അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അലോഷ്യസ് ആന്റണിയാണ്. നോർത്ത് ഈസ്റ്റിൽ ത്രിപുര എന്ന സംസ്ഥാനത്ത് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ തന്റെ ജീവിതാനുഭവങ്ങൾ ത്രിപുരയിൽ നിന്നും അരോമ ടിവിയോടൊപ്പം മനസ്സ് തുറക്കുന്നു. തന്റെ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ, ദൈവം നടത്തിയ, തന്നെ വിളിച്ചു വേർതിരിച്ച തന്റെ സാക്ഷ്യം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനകൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്നവർക്ക് ഏവർക്കും അനുഗ്രഹമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അലോഷ്യസ് ആന്റണിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അരോമ ടി വി കർത്താവരദാസനോടുള്ള പ്രത്യേക വന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ദൈവം എത്രത്തോളം ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് അലോഷ്യസ് എന്നാണ്. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ ചെല്ലാനം എന്ന് പറയുന്ന ഒരു തീരദേശ ഗ്രാമത്തിലാണ്. എനിക്ക് ഭാര്യ, 2 കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളുമായി ഇവിടെ ത്രിപുരയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമായ ത്രിപുരയിൽ കർത്താവിൻ്റെ വേദിയിലായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്ന് ഏകദേശം 10 വർഷത്തോളമായി കർത്താവിൻ്റെ പേര് ഇവിടെ ആയിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. കർത്താവിനെ അറിയാനുള്ള മുഖാന്തരം എന്ന് പറയുന്നത് എൻ്റെ 2ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ തീരദേശം എന്ന് ഒരു തീരദേശം ലത്തീൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു സമുദായത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ തന്നെ കത്തോലിക്ക എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റായിട്ട് കൊണ്ട് നടക്കുന്നു. ഇപ്പോഴും അതിൻ്റെ സ്പിരിറ്റുള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്തു പറയുന്നു, കത്തോലിക്ക അച്ഛൻ എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ അതിൽ ഒരു ഏറ്റവും വലിയൊരു ആളാണ് എൻ്റെ പിതാവ്. അങ്ങനെ കത്തോലിക്ക മതവുമായിട്ടും പള്ളിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ദൈവസഭയിൽ നിന്നും ദൈവദാസന്മാർ ഒരു ടീമായിട്ട് സുവിശേഷ പ്രവർത്തനമായിട്ട് ചെല്ലാനം ഗ്രാമത്തിൽ വരുവാൻ ദൈവസാവകാശം ഒരുക്കി. അന്ന് റോഡില്ല, യാതൊരുവിധ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവർ ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിച്ച് അങ്ങനെ എൻ്റെ പിതാവിൻ്റെ ഞങ്ങളുടെ ഭവനത്തിൽ വരുവാൻ ദൈവം സഹായിച്ചു. പക്ഷേ എൻ്റെ പിതാവ് വചനം കേൾക്കും. പക്ഷേ ഇങ്ങനെയുള്ള കത്തോലിക്ക തീവ്രവാദി ആയതുകൊണ്ട് ആ തീവ്രവാദത്തിൽ നിന്നുകൊണ്ട് സുവിശേഷത്തിനെ അംഗീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ നമ്മൾ FSC ലേഖനം വായിക്കുമ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുൻപാണ് നമ്മളെ തിരഞ്ഞെടുക്കുവാൻ ദൈവം അതുപോലെ തന്നെ ദൈവം ഞങ്ങളെ കണ്ടതുകൊണ്ട് ദൈവം വേറൊരു മാർഗത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ പിടിക്കുവാൻ ദൈവം സഹായിച്ചു. ചെല്ലാനം ഗ്രാമത്തിലെ ആദ്യത്തെ ഒരു ബെന്തക്കോസ് വിശ്വാസി. അന്ന് ബെന്തക്കോസ് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ആ അനുഭവത്തിലേക്ക് ദൈവം ഞങ്ങളെ വഴി നടത്തുവാൻ ദൈവം ഉപയോഗിച്ചത് ഒരു CSI ഡോക്ടറാണ്. കാരണം എൻ്റെ 2ാമത്തെ വയസ്സിൽ എനിക്ക് അതിമാരകമായ ഒരു അസുഖം പിടിച്ചു. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഛർദി, ഡിസെൻട്രി ഇങ്ങനെയുള്ള കഠിനമായ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ കഠിനമായ രോഗം എന്നിൽ പിടിപെട്ടുവാൻ അന്ന് എറണാകുളത്തെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് ലിസി ഹോസ്പിറ്റൽ. ഞങ്ങൾ കത്തോലിക്കരായതുകൊണ്ട് കത്തോലിക്കരുടെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് ലിസി ഹോസ്പിറ്റൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ലിസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വിളിച്ചു പറഞ്ഞോളാം, കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് എൻ്റെ പിതാവ് ഒരു ബിസിനസ് മാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ധാരാളം പണമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ദൈവം സാവകാശം ഒരുക്കി. എന്നാൽ പൈസ എല്ലാം മുടക്കി. ഇനി ദിവസങ്ങൾ കഴിയുന്തോറും സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്നെ ചികിത്സിച്ച ഡോക്ടർ
ഒരു CSA ഡോക്ടറായിരുന്നു. അദ്ദേഹം ഒരു ദൈവവിശ്വാസി, ഒരു മിഷൻ മൈൻഡുള്ള, ഒരു മിഷൻ ചിന്താഗതിയുള്ള ഒരാളായതുകൊണ്ട്, ഒരു ഡോക്ടറായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, "ഇനി പൈസ കൊണ്ട് കാര്യമില്ല. കാരണം പൈസ കൊണ്ട് ഒരു ഉപയോഗമില്ല. ഇനി ഒരേ ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരാള് സൗഖ്യമാക്കുന്ന ഒരാളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സമർപ്പിച്ചാൽ ചിലപ്പോൾ ഈ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് പറയുവാനിടയായിത്തീർന്നു." അന്നുവരെ ഞങ്ങള് അറിഞ്ഞത് യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു മതത്തിന്റെ ദൈവമാണ്. ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കത്തോലിക്കരുടെ മാത്രം ദൈവമാണെന്ന് വിശ്വസിച്ചു. യേശു സൗഖ്യദായകനെന്ന് അറിയത്തില്ല. അങ്ങനെ പള്ളിയിൽ പറയാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ ആ ഡോക്ടർ, അന്ന് ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ പിതാവ് ആ വാക്കിൽ വിശ്വസിക്കുകയുണ്ടായിത്തീർന്നു. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയാൽ ആ ഡോക്ടറിന്റെ വാക്കിൽ വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുവാനും ഇടയായിത്തീർന്നു. എന്നാൽ അതിന്റെ പരിണതഫലമായി ദൈവം എന്നെ പരിപൂർണമായി സൗഖ്യം ചെയ്യുവാൻ സഹായിച്ചു. അന്ന് ആ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി ഞാൻ ഭവനത്തിലേക്ക് വരുവാൻ ദൈവം സാവകാശമൊരുക്കി. അന്ന് ആ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് ഞങ്ങളെ ഞങ്ങളെ 4 മക്കൾ, ഞങ്ങൾ 4 മക്കളാണ്. 4 സഹോദരങ്ങളാണ്. 2 സഹോദരിമാരും 2 സഹോദരന്മാരും. ഇതിൽ മൂന്നാമത്തതാണ് ഞാൻ. എന്നാൽ ഞങ്ങൾ 4 പേരെയും കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കുവാൻ ദൈവം സാവകാശമൊരുക്കി. അപ്പോൾ തന്നെ ഞങ്ങൾ ഈ അറിഞ്ഞ സത്യം, യേശുക്രിസ്തു സൗഖ്യദായകൻ ആ ദൈവമെന്ന് അറിഞ്ഞ് നിൽക്കുന്ന ഈ കത്തോലിക്ക പ്രസ്ഥാനം, ഈ കത്തോലിക്ക മതം ശരിയല്ലെന്ന് മനസ്സിലാക്കി ഒരു ബെന്തിക്കോസ് എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് പോലും അറിയാൻ പറ്റില്ല. ബെന്തിക്കോസ് എന്ന് പറയാൻ, ഉച്ചരിക്കാൻ പോലും അറിയാൻ പറ്റില്ല. പെന്തിക്കോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, ഈ സമയത്തിൽ ഞങ്ങൾ കർത്താവിനെ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നു. എന്നാൽ ഇതിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ആദ്യത്തെ പെന്തക്കോസ്ത് ഫാമിലിയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക്, സത്യത്തിലേക്ക് അറിഞ്ഞപ്പോൾ മതം, ഞങ്ങളുടെ ഉൾപ്പെട്ടിരുന്ന കത്തോലിക്ക മതം ഞങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കുവാൻ ഇടയായിത്തീർന്നു. പള്ളി പരസ്യമായിട്ട് എൻ്റെ പിതാവിനെ പരസ്യമായിട്ട് വിലക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ പിതാവിന് ഒരു ബിസിനസ് ആയതുകൊണ്ട്, ഒരു പലചരക്ക് ബിസിനസ് ആയതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി ഇനി സാധനം മേടിക്കരുതെന്ന് പള്ളിയിൽ ഞായറാഴ്ച അനൗൺസ് ഇടയായിത്തീർന്നു. അങ്ങനെ പറഞ്ഞതിൽ പരമായിട്ട് ആൾക്കാർ ഞങ്ങളുടെ കടയിൽ വരാതെയായി. അങ്ങനെ കട സ്റ്റോപ്പായി തീർന്നു. ഞങ്ങൾ സാമ്പത്തികമായി വളരെ ഒരു വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് മാറുവാനായി തീർന്നു. അവസാനം ഒരു പട്ടിണിയുടെ അവസ്ഥയിലേക്ക് വരുവാനായി തീർന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവം സാവകാശമൊരുക്കി. അപ്പോൾ തന്നെ പട്ടിണി മാത്രമല്ല, ഈ ആയ ജനങ്ങളുടെ മൊത്തം പരിഹാസം, എവിടെ പോയാലും പരിഹാസമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവം സാവകാശമൊരുക്കി. എന്നെ ഒരു മിഷണറിയാക്കുവാൻ പ്രയത്നിച്ച ഏറ്റവും വലിയ എൻ്റെ പിതാവാണ്. ഞാൻ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ട് വളർന്ന കാര്യം എന്ന് പറയുന്നത് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെയാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ബാല്യകാല അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഒരു മിഷൻ മൈൻഡ്, ഒരു മിഷനുമായിട്ടുള്ള ചിന്താഗതി എൻ്റെ മേൽ തന്നത് എൻ്റെ പിതാവാണ്. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തുവാൻ ദൈവം സാവകാശം ആക്കി. ഇതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം മുന്നമേ കണ്ടതുകൊണ്ട് ദൈവത്തിൻ്റെ വേലയ്ക്കായി ദൈവം വിളിക്കുവാനായത്. എന്നാൽ വളർന്ന ഓരോ ഘട്ടത്തിലും ഞാൻ ഇങ്ങനെ ഒരു ക്രിസ്തീയമായ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങളെ വളർത്തിയെങ്കിലും ഞാൻ കുറച്ച് വളർന്നപ്പോൾ പിന്നെ ലോകത്തിലേക്ക് പോകാൻ ഇടയായിത്തീർന്നു. ഞാൻ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ, എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകും, ഞായറാഴ്ച പള്ളിയിൽ പോകും, മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെടും. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ അതിൽ നിന്ന് ഒരു പരിവർത്തനത്തിലേക്ക് വരുവാൻ ദൈവം സാവകാശമൊരുക്കി. ഞാൻ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞ ഒരു
ഒരു വെറുക്കപ്പെട്ടൊരു വ്യക്തിയായി പിന്നെ തീരുമാനമായിത്തീർന്നു. പക്ഷേ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഒരു ഭക്തനായിരുന്നു. കാരണം ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. എത്ര തന്നെ ഉഴപ്പിയാലും ഞായറാഴ്ച പള്ളിയിൽ പോണം, സൺഡേ സ്കൂൾ പഠിക്കണം. ഇനി അവധി ദിവസങ്ങളിൽ ട്രാക്റ്റ് കൊടുക്കാൻ പോണം, പരസ്യോത്തിന് പാടാൻ പോണം. ഇതെല്ലാം ചെയ്യും. പക്ഷേ അകത്ത് ദൈവമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിച്ചിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാന് ആഹ്, ആഹ്, ഇനി ഇനി നാട്ടിൽ നിന്നാൽ പറ്റുകേല. ഇനി നേരെ ബോംബെയിലേക്ക് പോവാം. ബോംബെയിൽ പോവാം. ബോംബെ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഉഴപ്പാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് എങ്ങനെ പോവും? ഉഴപ്പാനുള്ള സാഹചര്യം തിരക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ബൈബിൾ സ്കൂളിൽ പോണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാൻ നേരെ ആദ്യമായിട്ടാണ് 2000 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2006 ഞാന് ബോംബെയിലേക്ക് പോകുന്നത്. അന്ന് ടിക്കറ്റ് എടുക്കാൻ അത്ര പൈസയില്ല. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ അൺറിസർവ്ഡ് ജനറൽ കമ്പാർട്ട്മെന്റിൽ ബോംബെയിലേക്ക് പോകാൻ സഹായിച്ചു. കാരണം എൻ്റെ ആഗ്രഹമാണ്. എനിക്ക് അവിടെ പോയി ഒന്ന് എൻ്റെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം. പക്ഷേ വേറൊരു മാർഗ്ഗത്തിലായിരിക്കണം. എനിക്ക് സുരക്ഷിതമായിരിക്കണം. അതുകൊണ്ട് ബൈബിൾ സ്കൂൾ എന്നൊരു മാർഗ്ഗത്തിൽ ഞാനവിടെ പോകാനെത്തുന്നത്. ബോംബെയിലെ ബിലീവേഴ്സ് ബൈബിൾ സ്കൂളിൽ ആഹ്, കെ.പി. യോഹന്നാൻ സാറിൻ്റെ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ ദൈവം സാവകാശമൊരുക്കി. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ടും ഞാൻ വീണ്ടും ഞാൻ എന്താ ഉദ്ദേശത്തിന് പോയത് അത് ചെയ്യുവാൻ ദൈവം സാവകാശം. പക്ഷേ അവിടെ വെച്ച് ദൈവം എന്നെ പിടിക്കുവാനായി തീർന്നു. എനിക്ക് സാധാരണ ബൈബിൾ സ്കൂളിൽ പോകുമ്പോൾ എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര സാമ്പത്തികമായ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ട് അവിടെ ഇല്ലായിരുന്നു. പക്ഷേ എന്നെ അതിനുള്ള സ്പോൺസേഴ്സ് അവിടെ ദൈവം ഒരുക്കുവാനായി തീർന്നു. പക്ഷേ അതൊക്കെ ഞാൻ ദുർവിനിയോഗം ചെയ്തു. ഞാൻ അതിനൊക്കെ യൂസ് ചെയ്യാതെ മറ്റൊരു അനാവശ്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം സാവകാശമൊരുക്കി. പക്ഷേ അനാവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ എൻ്റെ ബുദ്ധി അതിനെ നയിക്കുവാനിടയായിത്തീർന്നു. പക്ഷേ അവിടെ വെച്ച് ദൈവം എന്നെ പിടിക്കുവാനിടയായിത്തീർന്നു. എനിക്ക് ചിക്കൻ ഗുനിയ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ചാപ്പലിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ചിക്കൻ ഗുനിയ എന്ന ഒരു അസുഖം പിടിക്കുവാനായിത്തീർന്നു. എൻ്റെ കൈയുടെ ജോയിന്റും കാലിൻ്റെ ജോയിന്റും നടന്നു പോകുന്ന വഴിക്ക് മടങ്ങി നിലത്ത് താഴെ വീണു. അങ്ങനെ ഒരു 6 മാസം ഞാൻ ബൈബിൾ സ്കൂളിൽ കിടക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ചു. കർത്താവിൻ്റെ വേലയ്ക്ക് സാധാരണ ബൈബിൾ സ്കൂളിൽ പോകുന്ന മുമ്പാണ് ആൾക്കാര് സമർപ്പിക്കുന്നത്. ഞാൻ ബൈബിൾ സ്കൂളിനകത്ത് വെച്ച് കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവിടുന്ന് പൂർത്തീകരിച്ചു. നാട്ടിലേക്ക് വന്നു. ഞാൻ വീണ്ടും പോയി. പത്രോസ് യേശുക്രിസ്തുവിൻ മരണശേഷം വീണ്ടും പഴയ പണിക്ക് പോയതുപോലെ ഞാൻ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് പോകാനിടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് വന്നു. എറണാകുളത്തുള്ള ഒരു സൺഫാർമ എന്ന് പറയുന്ന ഒരു ഒരു കമ്പനിയിൽ, ഒരു മെഡിക്കൽ കമ്പനിയിൽ, മരുന്ന് പാക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ജോലിക്ക് പോകാൻ ദൈവം സാവകാശമൊരുക്കി. പൈസ പൈസ ഉണ്ടാക്കണം. അതിനു വേണ്ടിയാണ് ഈ ജോലിക്കെല്ലാം പോയത്. ജീവിതം ഒന്നുകൂടി എൻജോയ്മെന്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ എറണാകുളത്തുള്ള ഒരു കമ്പനിയിൽ പോകാനിടയായിത്തീർന്നു. അവിടെ ഞാൻ ജോയിൻ ചെയ്യുമ്പോഴും അവിടുത്തെ ഉള്ള ഒരു മാനേജർ, ആ കമ്പനിയുടെ മാനേജർ, അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ എവിടെ പോയാലും ഞാൻ പറയുന്ന കാര്യം ഞാനൊരു ബെന്തക്കോസ്തുകാരനാണ്. അപ്പോൾ അത് അഭിമാനത്തോടെ പറയും. അത് ഇന്നും പറയും, അന്നും പറയും. അത് ഉഴപ്പാണെങ്കിലും പറയും. കാരണം അതാണ് എൻ്റെ ഐഡന്റിറ്റി. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം വന്നു, ചാടി എഴുന്നേറ്റ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ബെന്തക്കോസ്തുകാരനാ, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, കുറെ ചീത്ത അങ്ങോട്ട് പറഞ്ഞു. എനിക്ക് കുറെ ആൾക്കാരൊക്കെ അറിയാം, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എന്താണ് യഥാർത്ഥ ബെന്തക്കോസ് എന്ന് പറയുന്നത്. ആ ചില 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം മനസ്സിലാക്കി ആരാണ് ബെന്തക്കോസ്തുകാരനെന്ന് മനസ്സിലാക്കുകയാണ്. ഞാൻ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതിന് മുമ്പായി അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മിഷൻ പ്രവർത്തനത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. കാരണം
അദ്ദേഹം ആദ്യം വെറുത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇമോഷനിലാണ് പറഞ്ഞത് ഞാൻ ചെയ്യാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു അത് വേണ്ട. എനിക്ക് അങ്ങനെ അങ്ങനെ അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം എനിക്ക് ഒരു പ്രൊമോഷൻ നിനക്ക് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ പ്രൊമോഷൻ്റെ തലേ രാത്രിയിലാണ് ദൈവത്തിൻ്റെ അവസാനത്തെ ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത്. ജീവിതത്തിൽ പല പല സാഹചര്യങ്ങൾ ദൈവം എനിക്ക് തന്നു. പല പല മുഖാന്തരങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ പല പല കാര്യങ്ങൾ മുഖാന്തരങ്ങൾ ഒരുക്കി. ചെറുപ്പം മുതലേ ഞാൻ ജനിച്ചത് കത്തോലിക്ക കുടുംബത്തിലാണെങ്കിലും 2 വയസ്സ് മുതൽ ഞാൻ ചർച്ചിന് അകത്താണ്. പല കാര്യങ്ങളിൽ കണ്ടു. പല കാര്യങ്ങളിൽ നിന്നും ദൈവത്തിൽ അകന്നു മാറുവാനിടയായിത്തീർന്നു. പക്ഷെ അതിനകത്ത് ദൈവം എനിക്ക് പുറത്തു വരുവാൻ സാവകാശങ്ങൾ ഒരുക്കി. പക്ഷെ ജീവിതത്തിൽ അവസാനത്തെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഉഴപ്പാനുള്ളതിൻ്റെ മാക്സിമം എല്ലാം ഉഴപ്പി. അവസാനത്തെ ചാൻസ് എന്ന് പറയുന്നത് 2013-ലാണ്. 2013 എൻ്റെ പ്രൊമോഷൻ്റെ തലേ രാത്രിയിൽ ദൈവാത്മാവ് ഒരു ദർശനം കാണിക്കുകയാണ്. നമ്മൾ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ ബെൽശസ്സറിൻ്റെ കൊട്ടാരത്തിൻ്റെ ഭിത്തിയിൽ ഒരു ദൈവത്തിൻ്റെ കൈവിരൽ വന്ന് എഴുതുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ ഒരു കൈവിരൽ ഞാൻ കിടന്ന റൂമിനകത്ത് വരികയാണ്. ആ കൈവിരൽ എഴുതിയത് ഇംഗ്ലീഷിൽ ത്രിപുര എന്ന് എഴുതി. ത്രിപുര എന്ന് ഇംഗ്ലീഷിൽ അത് ഗോൾഡൻ ലെറ്ററിലാണ് എഴുതിയത്. അത് എൻ്റെ മരണം വരെ ഞാൻ മറക്കാൻ പറ്റാത്തൊരു എൻകൗണ്ടറായിരുന്നു. കാരണം വേറൊരു പ്രവാചകൻ വന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പാസ്റ്റർ പറഞ്ഞു എന്നെ തലേ കൈവച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല. പക്ഷേ ഇത് ദൈവത്തിൻ്റെ കൈവിരൽ. കാരണം ഞാൻ ദാനിയേൽ പുസ്തകം വായിക്കുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം ഇത് ദൈവത്തിൻ്റെ കൈവിരലാണ്. അപ്പോൾ തന്നെ ബെൽശസ്സറിൻ്റെ കൊട്ടാരത്തിൽ വന്നത് ഒരു ന്യായവിധിയുടെ കരം ആണെങ്കിൽ എനിക്ക് ദൈവം തന്നത് ഒരു ആശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ് ദൈവത്തിൻ്റെ കൈവിരൽ. ത്രിപുര എന്ന് ഇംഗ്ലീഷിൽ എഴുതി ഗോ എന്ന് ഒരു സെന്റൻസ് വരികയാണ്. ഞാൻ മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ കൈ തന്നെയാണ്. ഞാൻ പിറ്റേ ദിവസം കമ്പനിയിലേക്ക് ചെന്നു. ഇടവും വലവും നോക്കാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുവാൻ ഇടയായിത്തീർന്നു. ഇവരെല്ലാം ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് കമ്പനിയുടെ മാനേജർ ചോദിക്കുകയാണ് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ ഇറങ്ങിയത്. കാരണം പൗലോസ് പറയുകയാണ്, അഗ്രിപ്പാ രാജാവ് പറയാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണം കാണിക്കും. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് പിന്നീട് ചെയ്യാം ആട്ടെ എന്ന് പറയുന്നതല്ല. ദൈവം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. ആമേൻ. അതുകൊണ്ട് ഞാൻ അതെന്നെ വിശ്വസിച്ചു. ഞാനത് ജോലി റിസൈൻ ചെയ്തു. കുറച്ച് നാളുകൾ തമിഴ്നാട്ടിലേക്ക് പോവാൻ ദൈവം സാവകാശം ഒരുക്കി. കർത്താവിൻ്റെ മഹാകരുണയാൽ 2014 ഞാൻ വെസ്റ്റ് ബംഗാളിൽ കർത്താവിൻ്റെ വേല അനുബന്ധിച്ച് പോകാനിടയായിത്തീർന്നു. ഒരു ടീമായിട്ടാണ് പോയത്. അപ്പോൾ തന്നെ ഈ ജോലി റിസൈൻ ചെയ്ത് 2013 ജോലി റിസൈൻ ചെയ്തതിന് ശേഷം 2014 ഒരു വർഷത്തിനിടയിൽ തമിഴ്നാട് പല സ്ഥലങ്ങളിലൊക്കെ ടീമായിട്ട് ഞങ്ങൾക്ക് ഷാലോം മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു ടീമിൽ ഞാനൊരു അംഗമായിരുന്നു. അപ്പോൾ ആ സമയത്തിൽ ഞാൻ പല സ്ഥലങ്ങളിൽ ടീമായിട്ട് പല സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കും. അങ്ങനെ 2014 ഇതേ ടീം തന്നെ ഞങ്ങൾ വെസ്റ്റ് ബംഗാളിൽ പോകാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾ 4 പേര് വെസ്റ്റ് ബംഗാളിൽ ഏകദേശം 2 മാസത്തോളം കർത്താവിൻ്റെ പേരിലായിരിക്കുവാൻ ദൈവം സാവകാശം ഒരുക്കി. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഇവിടെ ഒന്നുകൂടി വരണം, വെസ്റ്റ് ബംഗാളിൽ ഒരു പ്രാവശ്യം കൂടി വരണം എന്ന് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു. ഞങ്ങൾ 1 മാസം അവിടെ മിസ് ചെയ്തിട്ട് 4 പേര് ഉൾപ്പെടുന്നത് ഞങ്ങൾ എല്ലാവരും നാട്ടിലേക്ക് പോയിട്ട് ഞാനൊരു 2 മാസം കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് വീണ്ടും വെസ്റ്റ് ബംഗാളിൽ വരുവാനായി തീർന്നു. എനിക്ക് ഭാഷ അറിയാൻ പാടില്ല. വെസ്റ്റ് ബംഗാളിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ബംഗാളിയാണ്. എനിക്ക് ബംഗാളി അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷ് കുറച്ചറിയാൻ പാടും. അങ്ങനെ ഞാൻ വെസ്റ്റ് ബംഗാളിൽ ദൈവം പറഞ്ഞതുപോലെ ഒന്നുകൂടി പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വെസ്റ്റ് ബംഗാളിൽ പോകാനായി തീർന്നു. ഏകദേശം 2 വർഷക്കാലം വെസ്റ്റ് ബംഗാളിലായിരിക്കുവാൻ ദൈവം സാവകാശം ഒരുക്കി. അതിൽ 1 വർഷം
ദൈവം എന്നെ ആക്ച്വലി പഠിപ്പിക്കുവാനുള്ള സാഹചര്യം, ഒരു ഭാഷ അറിയാൻ പാടില്ലാത്ത എന്നെ വെസ്റ്റ് ബംഗാൾ ഒരു വില്ലേജിൽ ദൈവം എന്നെ അയക്കുവാനായി തീർന്നു. ദൈവത്തിൻ്റെ മഹാകരുണ അവിടെ വെച്ചാണ് ഈ ബംഗാളി ലാംഗ്വേജ് പഠിക്കുവാൻ ദൈവം സാവകാശം ഒരുക്കിയത്. ഞാൻ ഒരു 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 എൻ്റെ ഒരു ഓർമ്മ, എൻ്റെ ആ വെസ്റ്റ് ബംഗാളിലെ വില്ലേജിലെ ഒരു ഓർമ്മ ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു സുപ്രഭാതത്തിൽ ഒരു കടയിൽ പോയി. അപ്പോൾ കടയിൽ പോയിട്ട് എന്ത് മേടിക്കണം? അരി മേടിക്കണമെങ്കിൽ അരിക്ക് എന്താണ് ഹിന്ദിയിൽ പറയണത്? അതറിയത്തില്ല. പക്ഷേ ഞാനത് എവിടെനിന്നോ തപ്പിയെടുത്ത് പഠിച്ചു. അപ്പോൾ അടുത്ത കാര്യം, എത്ര രൂപയാണ്? അവർ പറയുന്നതിൻ്റെ രൂപ എത്രയാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞാൻ അത് ചെയ്ത് ഒരു പേനയും കൊണ്ടുപോയിട്ട് ആ ബുക്കിലെഴുതി ഇത്ര രൂപയുടെ അരി എനിക്ക് തരണം. അപ്പോൾ പറഞ്ഞു ഇത്രയുടെ അരിയില്ല. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ പഠിക്കുവാനിടയായിത്തീർന്നു. ഭാഷ പഠിക്കുവാനിടയായിത്തീർന്നു. അപ്പം അങ്ങനെ ഒറ്റയ്ക്കുള്ള ലൈഫിൽ ചില കാര്യങ്ങൾ പഠിക്കുവാൻ, പക്ഷേ അപ്പോൾ തന്നെ ഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ വേല അതിശക്തമായി ചെയ്യുവാൻ ദൈവം സാവകാശമൊരുക്കി. എനിക്ക് അന്ന് ഞാൻ ഉൾപ്പെട്ടിരുന്ന മിഷൻ, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് പ്രായമുള്ള ഒരു അമ്മച്ചിയെ കൂടി എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഒരു ആളെ ഏർപ്പെടുത്തുവാൻ ദൈവം സാവകാശമൊരുക്കി. കാരണം പല ഗ്രാമങ്ങളും ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് അത്ര ശരിയല്ലാത്തത് കൊണ്ട് മിഷൻ അങ്ങനെ ഒരു സാവകാശമൊരുക്കി. ആ അമ്മച്ചിയുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഞാൻ പറന്ന് പോകുമ്പോൾ അമ്മച്ചി പതുക്കെ പോവുള്ളൂ. പക്ഷേ ഞാൻ അമ്മച്ചിയുടെ പതുക്കെ 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 ഗ്രാമങ്ങളിൽ പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ ഈ അമ്മച്ചി, അന്ന് എനിക്കറിയത്തില്ല അമ്മച്ചി പറയുന്നത് എന്താ, ഞാൻ കുറച്ചേ അറിയാൻ പാടുള്ളൂ. അമ്മച്ചി പറയുന്നത് ഇദ്ദേഹം കേരളത്തിൽ നിന്ന് വന്നതാണ്, പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ വിടുതലാണ് എന്ന് പറഞ്ഞാണ് പല പല ഗ്രാമങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തുന്നത്. പക്ഷേ ഈ അമ്മച്ചിയുടെ വാക്ക് ദൈവം കേട്ടു. അമ്മച്ചി പറയുന്ന പോലെ ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്കറിയത്തില്ല അവർ വിടുതൽ സംഭവിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ സൗഖ്യമായി. പിന്നെ അവിടെ ഒരു ഫെലോഷിപ്പ് തുടങ്ങുന്നു. അങ്ങനെ കുറേ ഫെലോഷിപ്പുകൾ വെസ്റ്റ് ബംഗാളിൽ തുടങ്ങുവാൻ ദൈവം സാവകാശമൊരുക്കി. പക്ഷേ ഇതിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും നല്ല സ്ഥലം. അതുകൊണ്ട് ഞാൻ വെസ്റ്റ് ബംഗാളിൽ പതുക്കെ സെറ്റിൽ ചെയ്യുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2016 ദൈവം പറയുകയാണ്, ഇവിടെയല്ല, നീ ഇവിടെ നിന്ന് ത്രിപുരയിലേക്ക് പോകണം. ഇവിടെയല്ല ദർശനം ത്രിപുരയിലാണ്. ഇവിടെ കൊണ്ടുവന്നത് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയാണ്. അങ്ങനെ 2014 ഒക്ടോബർ മാസം 30 ത്രിപുരയിലേക്ക് വരുവാൻ ദൈവം സാവകാശമൊരുക്കി. ത്രിപുര എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും ക്രിസ്ത്യാനികൾ കുറവുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഏകദേശം 4%. അപ്പം നമുക്കറിയാം എത്ര ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ. ഇനി ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞാൽ ബാപ്റ്റിസ്റ്റ്, പെസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ് ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളാണ്. അവരെ വീണ്ടും ജനിക്കപ്പെട്ടവരല്ല. ഇവിടെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയൻ അമേരിക്കൻ മിഷണറിമാർ വന്ന് ക്രിസ്ത്യാനികളാക്കിയ ക്രിസ്ത്യാനികളാണ്. ഇത് യഥാർത്ഥമായൊരു മാനസാന്തരം ഉള്ള ക്രിസ്ത്യാനികൾ അല്ല. ഇനി ഇവിടുത്തെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള സംവിധാന ക്രമം എന്ന് പറഞ്ഞാൽ, ഇവിടെയെല്ലാം മിനിസ്റ്റർ ചെയ്യുന്ന കുറേ പാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇവരെല്ലാം ചെയ്യുന്നത് കർത്താവിൻ്റെ വേലയല്ല, ഒരു ഉദ്യോഗമാണ് ചെയ്യുന്നത്. അത് നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. കർത്താവിൻ്റെ വേലയല്ല, ഒരു ഉദ്യോഗമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പഠിച്ചത്, ഞാൻ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ ഒരു 90 ഫാമിലി ക്രിസ്ത്യൻസാണ്. അവിടെ പാസ്റ്റർ ഇല്ല. ഇവിടെ പാസ്റ്റർമാർക്ക് ഭയങ്കര ഷോർട്ടേജാണ്. അതുകൊണ്ട് ഒരു പാസ്റ്ററിന് 10 ചർച്ചാണ്. ഈ പാസ്റ്ററിന് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഞായറാഴ്ച വന്ന് എന്തെങ്കിലും വായിച്ചിട്ട് വീട്ടിൽ പോവുക. അതായത് അങ്ങനെയാണ് ഡ്യൂട്ടി. അപ്പോൾ ഇവരുടെ സാലറി എന്ന് പറയുന്നത്, അവർ തിയോളജി അനുസരിച്ചാണ് ഇവരുടെ സാലറി. ഒരു MDU പാസ്സായ ഒരാൾക്ക് 50,000 രൂപയാണ് സാലറി.
ഇനി BTH പഠിച്ച ഒരാൾക്ക് ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് പാസ്റ്ററുടെ ഇവാഞ്ചലിസ്റ്റ്, അവർക്ക് 20,000 രൂപ. അപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് തിരുവല്ലയിൽ ഇങ്ങനെയുള്ള ചർച്ചുകൾ ഒക്കെ ഇപ്പോൾ വളർച്ചയില്ലാതെ ഇരിക്കുമ്പോഴാണ് എന്നെ ദൈവം ഇവിടെ അയക്കുവാൻ ദൈവം സാവകാശമൊരുക്കിയത്. ത്രിപുരയിൽ ഏകദേശം 4 കോടി ജനങ്ങൾ ഉണ്ട്. അതിൽ 19 ആദിവാസി വിഭാഗങ്ങൾ. 19 ആദിവാസി വിഭാഗങ്ങളിൽ 19 ലാംഗ്വേജ് ഉണ്ട്, 19 സംസ്കാരങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, ത്രിപുരയിൽ ആകെയുള്ള മലയാളി പെന്തക്കോസ്ത് പാസ്റ്റർ ഞാനാണ്. ഞാനും കുടുംബമാണ് ഇവിടെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇവിടെ CSIയുടെ പ്രവർത്തനങ്ങളുണ്ട്. അവർ CSI മിഷനുണ്ട്. അത് മറ്റൊരു ഡിസ്ട്രിക്റ്റിലാണ്. അവർ ചർച്ച് പ്ലാന്റ് അല്ലാതെ സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങി അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഞാനിവിടെ വന്ന അവസരത്തിൽ എനിക്ക് ഇവിടെ സൗത്ത് ഇന്ത്യൻകാർക്ക് ഭയങ്കര ഡിമാൻഡാണ്. അവർ ട്യൂഷനൊക്കെ തുടങ്ങിയാൽ ഭയങ്കര ഡിമാൻഡ്, സ്കൂളൊക്കെ തുടങ്ങിയാൽ ഭയങ്കര ഡിമാൻഡ്. ജീവിക്കാൻ നല്ല സാഹചര്യമാണ് ഇവിടെ. കാരണം അവർക്കറിയാം വിദ്യാഭ്യാസമുള്ളവരാണ് കൂടുതൽ സൗത്ത് ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു അവസരം വന്നതാണ്. ഒരു സ്കൂളൊക്കെ തുടങ്ങാനുള്ള ഒരു വലിയൊരു ഏരിയ എനിക്ക് തന്നതാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് ദൈവ നിയോഗമല്ല. ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ അതിനു വേണ്ടിയല്ല അയച്ചത്. അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ നാട്ടിൽ നിന്നാൽ മതിയാണ്. പക്ഷെ എന്നെ ദൈവം അയച്ചത് ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടിയാണ്. ആ വേല ദൈവം എന്നെ തന്നിരിക്കുന്ന വിഷൻ ഇവിടെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ദൈവം എന്നെ അയച്ചിരുന്നു. ഒട്ടനവധി ഈ 10 വർഷത്തിനുള്ളിൽ ഒട്ടനവധി പ്രതികൂലങ്ങൾ ഉണ്ടായി. അതിന് നടുവിൽ ദൈവം എല്ലാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദിവസാവകാശമൊരുക്കി. നമുക്കറിയാം, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ ആൻഡ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു കൾച്ചറാണ്. നോർത്ത് ഇന്ത്യയിലെ പോലെ സുവിശേഷ പ്രവർത്തനം ഇവിടെ നടക്കാൻ നടക്കാൻ പറ്റുകയില്ല. ഇവിടുത്തെ ഒരു രീതി ഒരു വ്യത്യസ്തമാണ്. ആ രീതി അറിഞ്ഞാലേ ഇവിടെ പ്രവർത്തനം വിജയമാകാൻ സാധിക്കുള്ളൂ. അത് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഓരോ സമയങ്ങളിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മംഗോളിയൻസ് എന്ന് പറയുന്ന ഒരു വംശമാണ് ഇത് നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങളിലായിട്ട് ചിതറിപ്പാർക്കുന്നത്. മംഗോളിയൻസ് എന്ന് പറയുന്നത് ഈ ചൈനയുമായിട്ട് ടിബറ്റുമായിട്ടും അവിടെ നിന്ന് കാലഘട്ടമായി പല ഘട്ടമായി വന്ന് പാർക്കുന്ന ആൾക്കാരാണ് ഇവിടെ. ഇവരുടെ അകത്ത് ചതിവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും യഥാർത്ഥമായി വീണ്ടെടുക്കപ്പെടാത്ത സകല ക്രിസ്ത്യാനികളുടെ അകത്ത് ചതിവുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും ഒരു ചതിവ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ 2021 ഞാൻ ഒരു വലിയ ചതിവിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായിത്തീർന്നു. അത് എൻ്റെ ഒരു മിഷൻ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ദൈവം അതിൻ്റെ നടുവിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം സാവകാശമൊരുക്കി. 2021 ഇവിടെയുള്ള ഒരു ട്രൈബൽ, ഞാൻ 2016 ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് വരുന്നു. എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ബാഗുമായിട്ടാണ് വരുവാനിടയായിത്തീർന്നത്. എന്നാൽ ഇവിടെ പോകണമെന്ന് അറിയത്തില്ല. ഞാൻ അഗർത്തല, ത്രിപുരയുടെ ക്യാപിറ്റലായ അഗർത്തലയിൽ എയർപോർട്ടിനടുത്ത് ഒരു റൂം വാടകയ്ക്കെടുത്തു. ഒക്ടോബർ മാസം 30-ാം തീയതി ഇവിടെ വന്നു. 31-ാം തീയതി റെസ്റ്റ് എടുത്തിട്ട് നവംബർ 1 മുതൽ വേറെ ഒരു മാർഗമില്ല, യാതൊരു കണക്ഷനും ഇല്ല. അടുത്തൊരു മാർഗം എന്ന് പറയുന്നത് ഉപവാസം ഇരിക്കുക. അങ്ങനെ നവംബർ മാസം 1-ാം തീയതി മുതൽ 21-ാം തീയതി വരെ, നവംബർ 1 മുതൽ ഉപവാസം ഫാസ്റ്റ് ചെയ്തു. എത്ര ദിവസം ഇരിക്കുമെന്ന് അറിയത്തില്ല, എത്ര ദിവസം വേണമെങ്കിൽ ഇരിക്കാം. കാരണം ഞാൻ ഫ്രീ ആണ്. അങ്ങനെ ഉപവാസം ഇരിക്കുവാൻ തുടങ്ങി. അപ്പോൾ നവംബർ മാസം എന്ന് പറയുന്നത് തണുപ്പിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസരം. അപ്പോൾ ഇങ്ങനെ ഉപവാസത്തിൻ്റെ ഒരു 15 ദിവസമായപ്പോൾ ശരീരത്തിന് വല്ലാത്തൊരു ഷിവറിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടായിത്തീർന്നു. പക്ഷെ ദൈവത്തിൻ്റെ കരുണയാൽ ആ ഉപവാസ പ്രാർത്ഥന 21 ദിവസം തികയ്ക്കുവാൻ ദൈവം സാവകാശമൊരുക്കി. അപ്പോൾ തന്നെ ത്രിപുരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 21 ദിവസം ഉപവാസം ഇരുന്നത് ഞാനാണ്. അത് എന്നെ കാണുവാൻ തന്നെ പലരും വന്നു, ഞാൻ ജീവനോടെ ഉണ്ടോ,
എന്നറിയാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ ദൈവം ചെയ്ത വലിയ കാര്യം, ദൈവം പല ആൾക്കാരെയുമായിട്ട് എന്നെ കണക്ട് ചെയ്യുവാണ് ചെയ്തത്. ദൈവം അല്ല നമ്മുടെ ദൈവം മഹോന്നതൻ എന്ന് പറയുന്നതിന് കാരണം, അത്യുന്നതൻ എന്ന് പറയുന്ന കാര്യം, സർവശക്തൻ എന്ന് പറയുന്ന കാര്യം, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ആമേൻ. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ചെയ്യുന്നവനാണ്. അവൻ വ്യക്തിബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുക. അങ്ങനെ പല ദേവദാസന്മാരുമായിട്ട് കണക്ട് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ 2016 പ്രവർത്തനം ആരംഭിക്കുവാൻ പല വില്ലേജുകളിൽ പോയി പല ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുവാൻ ദൈവം സാവകാശം ഒരുക്കി. ആ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരു സ്കൂൾ നടത്തുന്ന ഒരു ദേവദാസനുമായിട്ട് പ്രത്യേക ഒരു കണക്ഷൻ ദൈവാത്മാവ് തരുവാനായി തീർന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് പ്രവർത്തനങ്ങളിൽ പോയി. ഞാൻ അദ്ദേഹവുമായിട്ട് പരസ്യയോഗം ത്രിപുരയിൽ ആദ്യമായിട്ട് ഓപ്പൺ മീറ്റിംഗ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. പരസ്യയോഗങ്ങൾ പോകുന്നത് ചന്ത സ്ഥലങ്ങളിൽ പോയി, മാർക്കറ്റ് സ്ഥലങ്ങളിൽ പോയി ഒരു ചെറിയൊരു ബോക്സൊക്കെ മേടിച്ചു പരസ്യയോഗം ചെയ്യുവാൻ ദൈവം സാവകാശം ഒരുക്കി. അപ്പോഴാണ് എബനേസർ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലെ പാസ്റ്റർ 2017 വരുവാനിടയായി തീർന്നു. അദ്ദേഹം മൂലമാണ് ഈ മൈക്ക് സിസ്റ്റം മേടിക്കുവാനിടയായി തീർന്നു. അങ്ങനെ പരസ്യയോഗം നടത്തുവാൻ ദൈവം സാവകാശം ഒരുക്കി. ഞാൻ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ എനിക്ക് ഈ പരസ്യയോഗത്തിൽ പാടി ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പ്രസംഗിക്കാൻ എനിക്ക് അന്നും പേടിയാ, ഇന്നും പേടിയാ. കാരണം അതങ്ങനെയാണ്. പക്ഷേ പരസ്യയോഗത്തിന് പാടി ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ദൈവം അതൊക്കെ നേരത്തെ എനിക്ക് തന്ന ഒരു വലിയൊരു അനുഭവമായതുകൊണ്ട് എനിക്ക് പരസ്യയോഗത്തിൽ പ്രസംഗിക്കാം. ദൈവം ഇവിടെ വന്നപ്പോൾ അവസരം അത് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുവാൻ ദൈവം സാവകാശം ഒരുക്കി. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ കാര്യം ഇവരെല്ലാം ഇംഗ്ലീഷ് പ്രേമികൾ. നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദി ആണെങ്കിൽ നോർത്ത് ഈസ്റ്റുകാർ മൊത്തം ഇംഗ്ലീഷ് പ്രേമികൾ. ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കണം, ഇംഗ്ലീഷുകാരെ പോലെ ഡ്രസ് ചെയ്യണം, അവർ നടക്കുന്ന പോലെ നടക്കണം. അങ്ങനെ ആ കൾച്ചർ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത് കേട്ട് അവർക്ക് ഭയങ്കര ആവേശമായി. കുറേ പേര് വരുവാനായി തീർന്നു. അങ്ങനെ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം സാവകാശം ഒരുക്കി. അങ്ങനെ പരസ്യയോഗത്തിൽ ദൈവിക വിടുതലൊക്കെ സംഭവിക്കുക ഇത് കാണുവാൻ സഹായിച്ചു. അങ്ങനെ ആ ദൈവദാസം മൂലം പല സ്ഥലങ്ങളിൽ പോയി പരസ്യവും നടത്തുവാനും, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എബനേസർ മിനിസ്ട്രീസ് തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു ഫിലിം, ഒരു LED പ്രൊജക്റ്റൊക്കെ മേടിക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ ഒന്നുകൂടി ഗ്രാൻഡായിട്ട് ഫിലിമൊക്കെ നടത്തി പകുതിയാകുമ്പോൾ ജീസസ് ഫിലിം മൊത്തം കാണിക്കില്ല, പകുതിയാകുമ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് ആൾക്കാർ കൂടുവാൻ വേണ്ടിയാണ് ഫിലിം നടത്തുന്നത്. അപ്പോൾ ആൾക്കാർ കൂടി വരുമ്പോൾ ഫിലിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ പ്രസംഗം തുടങ്ങും. പിന്നെ സമയമുണ്ടെങ്കിൽ കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രവർത്തനം നടക്കുന്ന ഇടയിലാണ് അങ്ങനെ കുറേ വർഷങ്ങളിങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദേവദാസം പറഞ്ഞു, ഈ ഇവിടുത്തെ ട്രൈബലിലെ ഒരു ദേവദാസം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരാം, നിങ്ങൾ എൻ്റെ ഗ്രാമത്തിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോകാനായി തീർന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ വിവാഹമൊക്കെ നടക്കുവാൻ ദൈവസാവകാശം 2019 എൻ്റെ വിവാഹം നടക്കുവാൻ ദൈവസാവകാശം ഒരുക്കി. ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് 2021 കാര്യത്തിലേക്ക് വരാം. ഞാൻ വിവാഹത്തിന് വേണ്ടി വളരെ ആഗ്രഹിച്ചു. കാരണം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു മരുഭൂമിയാണ്. ആത്മീയമായി പറഞ്ഞാൽ ഒരു മരുഭൂമിയാണ്. ആ മരുഭൂമിയിലേക്ക് വരുന്നത് ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ദൈവം ഒരു നല്ലൊരു വിവാഹാലോചന തരുവാൻ ഇടയായി തീർന്നു. ബീഹാറിൽ ഏകദേശം 8 വർഷക്കാലം വേലിയിൽ അവിടുത്തെയുള്ള ബൈബിൾ സ്കൂളിൽ പ്രവർത്തിച്ച ഒരു ദേവദാസിയെ ദൈവം ദൈവസഹിയായി തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ 2019 ഓഗസ്റ്റ് മാസം എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ത്രിപുരയിലേക്ക് വരുവാനായി തീർന്നു. ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിലും കേരളമായിട്ട് ഞാൻ നാട്ടിൽ പോയാൽ തന്നെ അധികം നാൾ നിൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ദൈവം ആക്കിയിരിക്കുന്ന ഇടം ഇവിടെ ആയതുകൊണ്ട് ഇവിടം വിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര പ്രയാസമായ ഒരു കാര്യമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹത്തിന് ശേഷം ഇവിടെ വരുവാനായി തീർന്നു. അങ്ങനെ ഈ ത്രിപുരയിലുള്ള ദേവദാസനോ പറഞ്ഞ വാക്കിൻ പ്രകാരം ഞാൻ ഗ്രാമത്തിലേക്ക് ഇടയായി തീർന്നു.
അങ്ങനെ താമസിച്ച് പണികൾ ആ ഗ്രാമത്തിലെ ഒരു ചെറിയ ഒരു മണ്ണ് കൊണ്ടുള്ള വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അവിടെ ടോയ്ലറ്റും മറ്റു സാഹചര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഇങ്ങനെ ദൈവം സാവകാശം ഒരുക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സ്ഥലത്തിൻ്റെ എഗ്രിമെൻ്റ് ചെയ്യണം. കാരണം ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ജീവിക്കുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കണം. നമ്മുടെ ദൈവം ഓർഡറിൻ്റെ ദൈവമാണ്. ഓർഡറായിട്ട് ജീവിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്ഥലം തരാൻ പറ്റുകയില്ല. അങ്ങനെ 2021 ഒരു ചതിവ് എൻ്റെ ജീവിതത്തിൽ വരുവാൻ അദ്ദേഹം എന്നെ കൊണ്ടുപോയി ഗ്രാമത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് പൈസ കുറേ മുടക്കി. പക്ഷെ അവസാനമായപ്പോൾ ഒരു ചതിവ് ജീവിതത്തിൽ സംഭവിക്കുകയായി തീർന്നു. പക്ഷേ അതിന് നടുവിൽ ദൈവം മിനിസ്ട്രിയിൽ ഒരു ടേണിംഗ് പോയിന്റ് തരുവാനായി തീർന്നു. 2021 ഒരു ടേണിംഗ് പോയിന്റ് ദൈവം തരുവാനായി തീർന്നു. കാരണം ഞാൻ വിചാരിച്ചു ഈ ചതിവ് സംഭവിച്ചു, ഇനി ഏതായാലും നാട്ടിലേക്ക് പോവാം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ നടുവിൽ മിനിസ്ട്രിയായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഏതായാലും നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവം അയച്ചതാണല്ലോ. ഏതായാലും നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 7 ദിവസം ഒരു ഫാസ്റ്റിംഗ്, ഞാൻ കുടുംബമായിട്ട് ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് അന്ന് മൂത്ത മോന് ഏകദേശം 9 മാസം പ്രായമുള്ളൂ. അന്ന് ആ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പിറ്റേ ദിവസം ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് സിറ്റിയിലേക്ക് വന്നു. കാരണം ഇവരെ എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ്. വിശ്വാസിയാണെങ്കിലും പാസ്റ്ററാണെങ്കിലും എന്തും ചെയ്യാൻ മടിക്കാത്തവരായതുകൊണ്ട് ഞാൻ അന്ന് രാത്രി തന്നെ കാര്യങ്ങളൊക്കെ ശരിയാക്കി, വണ്ടിയെല്ലാം റെഡിയാക്കി, എൻ്റെ സാമഗ്രി എല്ലാം എടുത്തു അങ്ങോട്ട് സിറ്റിയിലേക്ക് മാറുവാൻ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ സിറ്റിയിലേക്ക് മാറി. അങ്ങനെ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത്, ഫാസ്റ്റിങ്ങിൻ്റെ 5-ാമത്തെ ദിവസം ദൈവാത്മാവ് ഒരു ദർശനം കാണിക്കുകയാണ്. വീണ്ടും ഒരു ദർശനം, ഒരു വലിയ ക്യാമ്പസ്, അതിൻ്റെ ഒരു ക്യാമ്പസ്, വലിയ കെട്ടിടങ്ങൾ, അതിൻ്റെ ക്യാമ്പസിൽ പല പല റൂമിൽ കുഞ്ഞുങ്ങളിരുന്ന്, അനേക യുവാക്കളിരുന്ന്, നോർത്ത് ഈസ്റ്റിലെ അനേക യുവാക്കളിരുന്നു കൊണ്ട് വചനം പഠിക്കുന്നതായിട്ട് ഞാൻ ദർശനം കാണിക്കുക. അപ്പോൾ മനസ്സിലായി ദൈവം ഒന്നുകൂടി എന്നെ ഇവിടെ ഉറപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആ ദർശനം കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് നടുവിൽ ദൈവം എന്നെ ഉറപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോയില്ല. ഞാൻ പിന്നെ ദൈവിക ദർശനം, ആ ഒരു ട്രെയിനിങ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ദൈവിക ദർശനം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി പ്രാർത്ഥനയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം സാവകാശം ഒരുക്കി. അപ്പോൾ തന്നെ ത്രിപുരയിൽ ബൈബിൾ സ്കൂളോ ട്രെയിനിങ് സെൻറ്ററോ അങ്ങനെയുള്ള യാതൊരു സംവിധാനം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ദൈവം ഒരു ടേണിംഗ് പോയിന്റിലൂടെ ദൈവം ഒരു ദർശനമായി എന്നെ കാണിക്കുവാൻ ദൈവം സാവകാശം ഒരുക്കി. അങ്ങനെ ആ 2021 അത് ജീവിതത്തിൽ ഒരു കയ്പ് സംഭവിച്ചെങ്കിലും നമ്മുടെ ദൈവം മാറയെ മധുരമാക്കുന്ന ദൈവമാണ്. അങ്ങനെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുവാനായിത്തീർന്നു. അതിനുവേണ്ടി പിന്നെ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം എക്സൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന തിരുവല്ല ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന, കുട്ടികളുടെ പ്രവർത്തിക്കുന്ന എക്സൽ മിനിസ്ട്രിയുമായിട്ട് ചേർന്ന് 2024 ഈ ദർശനത്തിൻ്റെ ഒരു ഭാഗീയ പൂർത്തീകരണം സംഭവിക്കുവാൻ ദൈവം സാവകാശം ഒരുക്കി. ഏകദേശം 35ഓളം യുവാക്കളെ 2024 ട്രെയിനിങ് കൊടുക്കുവാൻ ദൈവം സാവകാശം ഒരുക്കി. ഇവിടുത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് തിയോളജിക്കലായിട്ടുള്ള ട്രെയിനിങ് അല്ല. ഇവിടുത്തെ പാസ്റ്റേഴ്സിനും വന്ന 35-ലധികം പേര് വരുവാൻ ഇടയായിത്തീർന്നു. അവരിൽ ഭൂരിഭാഗം പേരും മിനിസ്റ്റർ ചെയ്യുന്ന പാസ്റ്റർമാരെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് വേദപുസ്തകത്തിൽ എത്ര പുസ്തകമുണ്ട്, പുസ്തകത്തിൻ്റെ പേര് പോലും അറിയത്തില്ല. ഇതെല്ലാം മുതൽ പഠിപ്പിച്ച് ഇവരെ ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം പഠിപ്പിച്ചു. പിന്നെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, വിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഒരാഴ്ച ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഗ്രാജുവേഷൻ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അതിൽ കുറച്ച് പേര് ഇപ്പോൾ നാട്ടിൽ തിരുവല്ലയിലും തൃശ്ശൂരുമായിട്ട് അവർക്ക് ഇത് പഠിക്കണമെന്ന്, ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് അവരെ നാട്ടിലേക്ക് അയക്കുവാൻ ദൈവം സാവകാശം ഒരുക്കി. അവർ നാട്ടിൽ ചെന്നു വചനം പഠിച്ചു കൊണ്ടിരിക്കുന്നു. അവർ
ഇനി അവിടെ പഠിച്ച ശേഷം ഇവിടെ വന്ന് നമ്മുടെ കൂടെ അസോസിയേറ്റ് വർക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 2025 ട്രെയിനിങ് അത് 24 ഒരു വില്ലേജിലാണെങ്കിൽ 25 ത്രിപുര ക്യാപിറ്റലായ അഗർത്തലയിൽ ട്രെയിനിങ് നടത്തുവാൻ ഏകദേശം 17 പേര് ഇത് ട്രെയിനിങ് ചെയ്യുവാൻ ദൈവസാവകാശമൊരുക്കി. ത്രിപുര മാത്രമല്ല, മിസോറാമിൽ നിന്നും കുഞ്ഞുങ്ങൾ വരുവാൻ ദൈവസാവകാശമൊരുക്കി. ഇത് ആ ദർശനത്തിൻ്റെ ഒരു ഭാഗികമായ പൂർത്തീകരണമാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പരിപൂർണമായൊരു പൂർത്തീകരണം സംഭവിക്കുന്നത് ഒരു ലാൻഡ് നമുക്ക് ആവശ്യമാണ്. പ്രത്യേകം അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ദൈവം ഇതുവരെ ദൈവം ഇനിയും നടത്തുവാൻ വിശ്വസ്തനാണ്. ഈ 2026 ഈ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും ട്രെയിനിങ് നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ പലപ്പോഴും പറയുന്നത്, നോർത്ത് ഇന്ത്യയുടെ വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അടഞ്ഞു. ഇനി ആകെ ഉള്ളത് നോർത്ത് ഈസ്റ്റ് മാത്രമാണ് സുവിശേഷത്തിന് തുറന്നിരിക്കുന്ന വാതിൽ. ഇത് അടയുന്നതിന് മുമ്പ് കർത്താവിന് വേണ്ടി അനേക ശിഷ്യന്മാരെ വാർക്കുക. അതാണ് ദൈവം തന്ന ഒരു ദർശനം. അതാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ത്രിപുരയിൽ 2 ചർച്ചുകളുണ്ട്. റിയാങ് എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗത്തിന് നടുവിൽ, അത് ഏറ്റവും അപരിഷ്കൃതരായ ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ അവർ അഗർത്തല കാണാത്ത ആൾക്കാരാണ്. അഗർത്തലേക്ക് വരിക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. വനത്തിനകത്ത് താമസിക്കുന്ന ഒരു ഗ്രൂപ്പാണ് റിയാങ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അവരുടെ ഇടയിൽ 2 ചർച്ചുകളുണ്ട്. ആ ചർച്ചുകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇതുവരെ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ഒരു അനുഭവം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ട്രെയിനിങ് സംബന്ധിച്ചുള്ള ഒരു അനുഭവമാണ്. കഴിഞ്ഞ വർഷത്തിലെ ട്രെയിനിങ്ങിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഗർത്തലയിൽ വെച്ചാണ് നടത്തിയ. അഗർത്തല എന്ന് പറയുന്ന സിറ്റി നടത്തുമ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് നമുക്ക് വരുന്നത്. ഏകദേശം 2.5 ലക്ഷം രൂപയാണ് ആ ട്രെയിനിങ് വേണ്ടി പക്ഷെ എൻ്റെ കയ്യിൽ യാതൊരു അതിനുള്ള സാമ്പത്തിക മാർഗമില്ല. നമ്മുടെ കൂടെ ഈ 2025 ട്രെയിനിങ്ങിൽ അസോസിയേറ്റ് ചെയ്ത് RS വിജയരാജ് എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. നോർത്ത് ഇന്ത്യയിൽ ഏകദേശം 25ലധികം വർഷത്തിൽ വർക്ക് ചെയ്ത ഒരു ദൈവദാസൻ RS വിജയരാജ്. നമ്മൾ പാടുന്ന പല പാട്ടുകളും അദ്ദേഹം എഴുതിയാണ്. അദ്ദേഹം ഈ ട്രെയിനിങ്ങിൽ നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, നമുക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ സാധ്യമല്ല. കാരണം ഇത്രയും വലിയൊരു തുക നമ്മുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാം. പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൻ്റെ പേര് ഫെയ്ത്ത് ബൈബിൾ സ്കൂൾ എന്നാണ്. ഫെയ്ത്ത് ബൈബിൾ സ്കൂൾ ത്രിപുര. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ പേര് ഒന്ന് മാറ്റണം. കാരണം ഈ പേര് കൊണ്ട് നടക്കുന്നതിൽ വലിയ കാര്യമില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. വിശ്വാസമുണ്ടെങ്കിൽ അതിൽ ചലഞ്ച് ഏറ്റെടുക്കും. വിശ്വാസം എന്ന് പറയുന്നത് പ്രസംഗിക്കുവാൻ ഒന്നല്ല, അത് ചലഞ്ച് ഏറ്റെടുക്കണം. വിശ്വാസത്തിന് വേണ്ടി ചലഞ്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കുക. അപ്പോൾ ദൈവാത്ഭുതം പ്രവർത്തിക്കും. അദ്ദേഹം പറഞ്ഞ ഒരു ആക്യുറേറ്റായ ഒരു കാര്യം, ഞാനും വിശ്വസിക്കാം, നിങ്ങളും വിശ്വസിക്കുക, നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം, ഒരുമിച്ച് ചലഞ്ച് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ ഒരു എൻകറേജ് ചെയ്യുവാണ് ഏറ്റത്. അതിന് ഫലമായിട്ട് ഞങ്ങൾ അന്നേ ദിവസം പോയി ഹാളൊക്കെ എല്ലാം ബുക്ക് ചെയ്തു, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ കരുണയാൽ ആ ട്രെയിനിങ് പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ ദൈവസാവകാശം, അതിനുള്ള സകല റിസോഴ്സുകളും ദൈവം ഇടയാത്തരുന്നു. കാരണം ഒരു വിശ്വാസത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോഴാണ് ദൈവാത്ഭുതം പ്രവർത്തിക്കാൻ ഇടയാത്തരുന്നു. അപ്പോൾ എനിക്ക് ഒന്നുകൂടി വിശ്വാസമായ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നമ്മൾ റെഡിയായാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ സർവശക്തനായ ദൈവമാണ്. അപ്പോൾ തന്നെ ഈ ട്രെയിനിങ്ങിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇവർ കർത്താവിന് വേണ്ടി വരുന്ന കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കണം. ഇവർക്ക് ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവരെല്ലാം ക്രിസ്ത്യാനികളാണ്, പക്ഷെ ഇവർ ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇവർക്ക് അകത്ത് ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം. അതാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇവർ അഭിഷേകം പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവരായിത്തീരണം. മിസോറാമിലേക്കും
ദൈവം ഒരു ദർശനം, ഒരു പദ്ധതി എന്നിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ത്രിപുരയിൽ ആകെയുള്ള മലയാളി പെന്തക്കോസ്തൽ ഫാമിലി ഞങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തോരം പ്രവർത്തനത്തിന് സാധ്യതകളുണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാര് ചുരുക്കം. ഈ വേലക്കാര് ചുരുങ്ങിയിരിക്കുന്ന സമയത്ത്, കൊയ്ത്ത് വളരെ ഉള്ള സമയത്ത് വേലക്കാരെ ദൈവം ഒരുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആലോചന തരികയാണെങ്കിൽ നിങ്ങൾ ത്രിപുരയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മറ്റുള്ളവരെ ത്രിപുര മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എൻകറേജ് ചെയ്യുവാനും നിങ്ങളെ സഹായിക്കുമാറാണ്. നമ്മുടെ നാളുകൾ അധികം ഇല്ല. ഈ നാളുകൾ തീരുന്നതിന് മുമ്പ് കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് നാം മാറപ്പെടണം. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാണ്. നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു CSI ഡോക്ടറാണ് ഒരു കുടുംബത്തെ, ഒരു ഗ്രാമത്തെ ഉണർത്തിയത്. ഒരു CSI ഡോക്ടർ. അപ്പോൾ നമുക്കൊക്കെ എത്ര കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ പൂർണ്ണ സമയം സുവിശേഷ വേല ചെയ്യണമെന്നില്ല. നമ്മൾ ഒരു വാക്കുകൊണ്ടായിരിക്കും ഒരാൾ എഴുന്നേൽക്കുന്നത്. ആ ഒരാളായിരിക്കും ഒരു സ്റ്റേറ്റിനെ ഉണർത്തുന്നത്. ആ ഒരാളായിരിക്കും ഒരു രാജ്യത്തെ ഉണർത്തുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആവുന്നോളം കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ദൈവം സാവകാശം ഒരുക്കട്ടെ. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നേ ദിവസം ദൈവകരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ ത്രിപുരയുടെ പ്രവർത്തന മേഖലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, തിരുവചനം വായിക്കുന്നത് കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. കർത്താവ് അനേക വേലക്കാരെ ത്രിപുരയിലേക്ക് അയക്കുവാൻ ദൈവം സഹായിക്കുമാറാകണം. അനേക മിഷൻ ഓർഗനൈസേഷനെ കർത്താവെ, മിഷൻ മൈൻഡുള്ള അനേക ഓർഗനൈസേഷനെ ത്രിപുരയിലേക്ക് അയക്കുവാൻ ദൈവത്തിന് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവശക്തി അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇതിന് അവസരം ഒരുക്കി പ്രിയ കർത്താവിന്റെ ദാസനെയും അതിനെ ബന്ധപ്പെട്ടിരിക്കുന്ന സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ, അരോമ TVയുടെ പ്രവർത്തനങ്ങളെ കർത്താവെ അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ, ഈ മാധ്യമത്തിലൂടെ പോകുന്ന എല്ലാ അനുഭവ സാക്ഷ്യങ്ങളും അനേകരുടെ ജീവിതത്തിൽ രൂപാന്തരം, വിടുതലും ആശ്വാസമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അലോഷ്യസ് ആന്റണി. അത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഒരു കത്തോലിക്ക കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ടു എന്ന് പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. എന്നാൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്നും കർത്താവാണെന്നും രക്ഷകനാണെന്നും വിടുവിക്കുന്നവനാണെന്നും പാപങ്ങളെ ക്ഷമിക്കുന്നവനാണെന്നും യേശു മാത്രമാണ് പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിവുള്ളവനെന്നും കുടുംബാംഗങ്ങള്, മാതാപിതാക്കന്മാര്, സഹോദരങ്ങള് എല്ലാവർക്കും ബോധ്യം വന്നു. അങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ വേണ്ടി പാരമ്പര്യത്തിൽ നിന്ന്, ആ ഒരു പിന്തുടർച്ചയിൽ നിന്ന് പുറത്തു വരുവാനും അത് മുഖാന്തരമായിട്ട് നേരിട്ടതായ തിക്താനുഭവങ്ങൾ വളരെ വലുതാണെന്നും ഒക്കെ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. എന്നാൽ ആ ഒരു സന്ദർഭത്തില് ആ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അതൊക്കെയും ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി, ദൈവപ്രവർത്തിക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയതായ ചില സാഹചര്യങ്ങൾ മാത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ വരണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. എന്നാൽ അതിനു മുൻപ് അവർക്ക് മിസ്രൈം വിടേണ്ടതായിട്ടുണ്ട്. മിസ്രൈം വിടണമെന്നെങ്കിൽ അവർക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു അവിടെ നിന്ന്, മിസ്രൈമിൽ നിന്ന്. അവിടെ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ടെങ്കിലും അവിടെ നിന്ന് അവർ മിസ്രൈമിൽ നിന്ന് പുറത്തു വരാൻ ഒരിക്കലും അവർ ആഗ്രഹിച്ചില്ല. എന്നാൽ അവരുടെ ഇടയിൽ ദൈവം ചില സമ്മർദ്ദത്തിന്റെ സാഹചര്യങ്ങളെ കൊടുത്ത് അവരെ അവിടെ നിന്ന് പുറത്താക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവർ ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായിട്ട്
പിന്നത്തേതില് കനാൻ നാട്ടിലെ എത്തിച്ചേരുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാൻ കഴിയുന്നു. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളായിരിക്കുന്ന പശ്ചാത്തലം, ജനിച്ചു വളർന്ന സാഹചര്യമൊക്കെ ചിലപ്പോൾ നല്ലതാണ്, അതാണ് ശരിയാണ് എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ യഥാർത്ഥ ശരി നമ്മൾ പിന്നീട് അറിയുക നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ മാത്രമാണ്. എന്തായാലും കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ആയിരുന്ന പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഇന്ന് അതിവിശാലമായ ഒരു ദേശം, വലിയ ഒരു സമൂഹത്തിന്റെ നടുവിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഏരിയയില് ഇന്ന് കർത്താവിന്റെ ഒരു മഹത്വമാർന്ന ശുശ്രൂഷ ചെയ്യുവാൻ, ഒരു മിഷണറി ദൗത്യം ചെയ്യുവാൻ തക്കവണ്ണം ഒരു മലയാളിക്ക് മറ്റാർക്കും കഴിയാത്തതായ ഒരു ഭാഗ്യകരമായ ഒരു അനുഭവം ദൈവദാസന് ദൈവം തന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അനേക പ്രിയപ്പെട്ടവര്, മിഷണറിമാര്, മലയാളികള് ആ ദേശത്തേക്ക് വരട്ടെ, കർത്താവിനെ പ്രസംഗിക്കട്ടെ, ഉയർത്തട്ടെ, ആ ദേശത്തെ വലിയ ദൈവപ്രവൃത്തി ബലപ്പെടട്ടെ, അവിടെയുള്ള ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ദൈവനാമം അവിടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ. ഇപ്പോൾ അവിടെ സുവിശേഷത്തിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ സമയം പരമാവധി ആ സാഹചര്യം പ്രയോജനപ്പെടുത്തുവാൻ അനേക പ്രിയപ്പെട്ടവരെ, മിഷണറിമാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയെങ്കിലും ഇന്ന് അവിടെ സന്തോഷത്തോടെ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ വിലപ്പെട്ട സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം ഈ ജീവിതാനുഭവ സാക്ഷ്യം പങ്കുവച്ചതിന് പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നു, പ്രചോദനമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ത്രിപുരയ്ക്ക് വേണ്ടി, മിസോറാമിന് വേണ്ടി, നാഗാലാൻഡിന് വേണ്ടി, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ, അവരുള്ള സുവിശേഷം അറിയട്ടെ, അവരൊക്കെ പിന്തുടർന്നു പോരുന്നതായ പാരമ്പര്യത്തിന്റെ ആ വിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥ കർത്താവിനെ കണ്ടുമുട്ടുവാൻ. ആ ശമരിയക്കാരി സ്ത്രീ, അവൾ വിശ്വസിച്ച ഒരു വിശ്വാസമുണ്ട്, ആ ഒരു സങ്കല്പങ്ങളുടെ ആരാധന അവൾ ആരാധിച്ചു വന്നിരുന്നു. എന്നാൽ സത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൾ ആ സുവിശേഷം അറിഞ്ഞു, അവൾ അത് വിശ്വസിച്ചു, ആ യേശുവിനെ സ്വീകരിച്ചു. ആ ഗ്രാമം അത് മുഖാന്തരം വിടുവിക്കപ്പെടുവാൻ, രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നു, യേശുവിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ചില പ്രിയപ്പെട്ടവരെങ്കിലും അതിനായി തയ്യാറാകുമെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, ദൈവദാസന്മാരെ അവിടേക്ക് പോകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടേക്ക് പോകുന്നവരെ സപ്പോർട്ട് ചെയ്യാം. അതിനായി വേണ്ടി ചിലരെ നമുക്ക് അയക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കേൾക്കാവുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജായോ വോയിസ് മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.